കേരളത്തിൽ നിന്നുള്ള സൂപ്പർ താരങ്ങളായ മോഹൻലാലിനും മമ്മൂട്ടിക്കും ശേഷം രാജ്യമെങ്ങും വലിയ ഫാൻ ബേസ് സൃഷ്ടിച്ച താരമായി മാറിയിരിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം യങ് സൂപ്പർ സ്റ്റാർ ഫഹദ് ഫാസിൽ. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും പോയി ഞെട്ടിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഫഫ ബോളിവുഡിൽ മുഖം കാണിച്ചിട്ടില്ല. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, പാർവതി എന്നിങ്ങനെ ബോളിവുഡ് അടക്കം നിരവധി പാൻ ഇന്ത്യൻ ചിത്രങ്ങളിൽ വേഷമിട്ട മലയാളി യുവതാരങ്ങൾ പലരുമുണ്ട്. എന്നാൽ ബോളിവുഡിൽ അരങ്ങേറാതെ തന്നെ ഫഹദ് സൃഷ്ടിച്ച ഫാൻ ഇന്ത്യൻ ബേസ് ഭീകരമാണ്. ഫഹദ് ഉടൻ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട്. സംവിധായകൻ ഇംതിയാസ് അലിയുടെ പുതിയ ചിത്രത്തിലൂടെയാകും ഫഹദിന്റെ അരങ്ങേറ്റമെന്നാണ് സൂചന. എന്റർടൈൻമെന്റ് പോർട്ടലായ പിങ്കുല്ലയാണ് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സോച്ചാനത്ത, ജവ്വി മെറ്റ്, റോക്ക് സ്റ്റാർ, തമാശ, ഹൈവേ, ചംകീല ഉൾപ്പെടെയുള്ള ഹിറ്റ് ചിത്രങ്ങളിലൂടെ ബോളിവുഡ് ആരാധകരുടെ ഹൃദയം കവർന്ന സംവിധായകനാണ് ഇംതിയാസ് അലി. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന 10ാമത്തെ ചിത്രത്തിൽ പ്രധാന റോളിലാണ് ഫഹദ് എത്തുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട ഏതാനും മാസങ്ങളായി ഇരുവരും തമ്മിൽ നിരവധി തവണ കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. ഇംതിയാസ് അലിയെ പോലുള്ള ഒരാളുടെ സംവിധാനത്തിൽ ഹിന്ദിയിൽ ആദ്യ സിനിമ ചെയ്യാൻ പോകുന്നതിൻ്റെ ആവേശത്തിലും ആകാംക്ഷയിലുമാണ് ഫഹദ് എന്നാണ് ഇരുവരുമായി ബന്ധമുള്ള ഒരാൾ പിങ്കുല്ലയോട് വെളിപ്പെടുത്തിയത്. ഇംതിയാസ് അലിയുടെ പതിവ് ശൈലി തെറ്റിക്കാതെ അണിയറയിൽ ഒരുങ്ങുന്നതും പ്രണയ ചിത്രമാണെന്നാണ് വിവരം. അതേസമയം കഥ പറച്ചിലിൽ വേറിട്ട പരീക്ഷണമായിരിക്കും ഇത്തവണ. കഥയ്ക്ക് ഏറ്റവും അനുയോജ്യനായ മുഖമെന്ന നിലയ്ക്കാണ് ഇംതിയാസ് ഫഹദിനെ തന്നെ ഉറപ്പിക്കുന്നത്. ചിത്രത്തിൻ്റെ കാസ്റ്റിംഗ് പുരോഗമിക്കുകയാണ്. ഫഹദിനൊപ്പം ലീഡ് റോളിലെത്തുന്ന നടിയെ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. 2025 ആദ്യത്തിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനാണ് പദ്ധതി. വർഷാന്ത്യത്തിൽ സിനിമ തിയേറ്ററുകളിലും എത്തും. തിരക്കഥയുടെ മിനുക്കുപണികളിലാണ് ഇപ്പോൾ ഇംതിയാസ് അലി. ഇത് പൂർത്തിയായാൽ സംഗീതത്തിലേക്ക് കടക്കും. അതും കഴിഞ്ഞാകും പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിക്കുക. ദിൽജിത്ത് ദോസഞ്ചും പരനീത് ചോപ്രയും പ്രധാന വേഷങ്ങളിലെത്തുന്ന നെറ്റ്ഫ്ലിക്സ് ചിത്രം അമർ സിംഗ് ചങ്കീലയാണ് ഇംതിയാസ് അലി അവസാനമായി ചെയ്തത്. ഫഹദിൻ്റെ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രങ്ങളിലൊന്നായ ആവേശം കേരളത്തിന് പുറത്തും വൻ തരംഗമായി മാറിയിരുന്നു. വിക്രം, മാമന്നൻ, പുഷ്പ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നേരത്തെ തന്നെ മലയാളത്തിന് പുറത്തും വലിയ ഫാൻ ബേസ് സൃഷ്ടിച്ചിട്ടുണ്ട് താരം. 2017 മോഹൻ രാജയുടെ ആക്ഷൻ ത്രില്ലർ വേലൈക്കാരൻ എന്ന ചിത്രത്തിലൂടെയാണ് ഫഹദ് തമിഴിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഇതിന് പിന്നാലെ ത്യാഗരാജൻ കുമാരരാജയുടെ സൂപ്പർ ഡീലക്സിലും ലോകേഷ് കനകരാജിൻ്റെ ആക്ഷൻ ത്രില്ലർ വിക്രമിലും ചെയ്ത വേഷങ്ങൾ വൻ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. 2021 സുകുമാറിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പുഷ്പ ദി റൈസിലൂടെയാണ് തെലുങ്കിൽ അരങ്ങേറുന്നത്. പുഷ്പ 2ാം ഭാഗത്തിലും ഫഹദ് എത്തുന്നുണ്ട്.